നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. നമുക്കിന്ന് റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കാം. ഐ തിങ്ക് നാളെ മൺഡേ ആണ് തോന്നുന്നു, ഫുൾ മൂൺ. ഓക്കെ, എനിക്കത് ഒന്ന് കൺഫേം ചെയ്യാനുണ്ട്, ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ പറ്റിയാൽ വല്ല ഫുൾ മൂണിൻ്റെ റെമഡീസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അല്ലെങ്കിൽ പഴയ വീഡിയോ അറ്റ്ലീസ്റ്റ് ടാഗ് ചെയ്യാൻ ഇപ്പോൾ അതേ പറ്റുള്ളൂ. നോക്കട്ടെ, സമയം എനിക്ക് കിട്ടുമോ അറിയില്ല ചെയ്യാനുള്ളത്. സാധിച്ചാൽ ഞാൻ ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ മെഡിറ്റേഷനോ എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കാം ഫുൾ മൂണിന്. നോക്കട്ടെ എന്താ പറ്റുക നോക്കട്ടെ. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് തൽക്കാലം നമുക്കിപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചൊന്ന് നോക്കാം. ഇത് ഞാൻ 2-3 ഡെക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. 2 ഡെക്ക് ഉണ്ട്. മെയിനായിട്ട് ഞാൻ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഫീലിങ്സ് ടുവേർഡ്സ് യുവർ പേഴ്സൺ. ഓക്കെ, നിങ്ങളുടെ കറണ്ട് എനർജീസ് എന്ന് പറയാം. ഓക്കെ, നിങ്ങളുടെ എനർജി നിങ്ങളുടെ പേഴ്സണോട് എന്താണ്, നിങ്ങളുടെ മനസ്സിൽ എന്താ ഫീൽ ചെയ്യുന്നത്, ആൻഡ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് എന്താ ഫീൽ ചെയ്യുന്നത്, ആൻഡ് നമുക്ക് ഇതിൻ്റെ ഒരു നിങ്ങളുടെ പേഴ്സണിൻ്റെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് മുന്നോട്ട് എന്താണ് എന്ന രീതിക്ക്, അതായത് ഒരു ഫ്യൂച്ചർ എന്തായിരിക്കും നിങ്ങളുടെ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ നിങ്ങളുടെ പേഴ്സൻ്റെ എടുക്കും. ഓക്കെ, ആൻഡ് ദെൻ ഓക്കെ, നിങ്ങളുടെ കറണ്ട് എനർജീസ് എന്താണ് നിങ്ങളുടെ പേഴ്സണിനോട്. സൺ കാർഡ്, ഫൂൾ, എംപ്രസ്, വെരി ഗുഡ്. ഓക്കെ, ആൻഡ് ഫാമിലി, വാവ്, വെരി നൈസ്. ഓക്കെ, നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടാണ് നിങ്ങളെ പേഴ്സണെ കുറിച്ച് ചിന്തിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം പോസിറ്റീവ് ഫീലിങ്സ് ഉണ്ട്, നിങ്ങൾക്ക് സ്നേഹമുണ്ട്, ഓക്കെ, സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളെ പേഴ്സണുമായിട്ടൊരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നു എന്ന് പറയാം. ഓക്കെ, മാരേജ് ആഗ്രഹിക്കുന്നു ചിലവർ. നിങ്ങൾ ഓൾറെഡി മാരീഡ് ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹസ്ബൻഡിനോട് അല്ലെങ്കിൽ വൈഫിനോട് നിങ്ങൾക്ക് വളരെയധികം സ്നേഹമായിട്ട് ഫീൽ ചെയ്യുന്ന കാണുന്നുണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ ലൈക്ക് നിങ്ങൾ മാരീഡ് ആവാം. ഓക്കെ, കാരണം അത് നിങ്ങളുടെ എനർജിയാണ്. നിങ്ങൾ മാരീഡ് ആവാം, നിങ്ങളുടെ പേഴ്സൺ മാരീഡും ആവാം, സിംഗിളും ആവാം. അത് നമുക്ക് ഇനി അവരുടെ എനർജി വരുമ്പോൾ നോക്കാം. നിങ്ങൾ മാരീഡ് ആയിരിക്കാം ചിലപ്പോൾ. ഓക്കെ, ഓൾറെഡി ഒരു മാരീഡ് സിറ്റുവേഷൻ കാണുന്നുണ്ട്. ആൻഡ് നിങ്ങൾ പേഴ്സണിനെ കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾ തമ്മിൽ ഐ തിങ്ക് വളരെയധികം നല്ല സമയങ്ങൾ നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒന്നിച്ച് നിങ്ങൾ വല്ല യാത്രകൾ പോയിട്ടുണ്ടാവാം, എവിടെയെങ്കിലും കറങ്ങാനൊക്കെ പോയിട്ടുണ്ടാവും. ഓക്കെ, കൂടെ നിങ്ങൾ സമയങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട്സ് പോലെ ആയിരിക്കാം, നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടുള്ള സമയങ്ങൾ, നിങ്ങൾ നേരത്തെ പരിചയം വല്ലതും ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ അതിൻ്റേതായ നമ്മൾ പറയില്ല ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെയുണ്ട്. ഫ്രണ്ട്ഷിപ്പ് ഒരിക്കലും നിങ്ങൾ തെറ്റായിട്ട് എടുക്കരുത്. ഇങ്ങനത്തെ ബന്ധങ്ങളിൽ നമ്മൾ എന്തിനാ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ പറയരുത്. ഫ്രണ്ട്ഷിപ്പ് വേണം. ഓക്കെ, വളരെ അത്യാവശ്യമാണ്. സോ നിങ്ങൾ ആ സമയം പക്ഷെ അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയങ്ങൾ നിങ്ങൾ തമ്മിൽ എല്ലാം ഷെയർ ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക. ചിലപ്പോൾ എവിടെയെങ്കിലും യാത്ര പോവാം, നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ടുണ്ടാവാം മുൻപ്. ഓക്കെ, അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ എനർജി ഇന്ന് വളരെ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സണലിൻ്റെ കൂടെ എവിടെയെങ്കിലും യാത്ര പോകാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം. ഓക്കെ, സോ അങ്ങനത്തെ കാര്യങ്ങളാണ് കാണുന്നത്. വളരെ ഹാപ്പി ആയിട്ടൊരു ഫീലിംഗ് ആണ് ഇപ്പോൾ. എന്താണെന്നറിയില്ല, നിങ്ങൾ നെഗറ്റീവ് ഫീലിംഗ് ഇല്ല അപ്പം നിങ്ങളുടെ മനസ്സിൽ. മേ ബി നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഇനിയിപ്പോൾ എന്താ സിറ്റുവേഷൻ എന്ന് എനിക്ക് കിട്ടിയിട്ടില്ല. ബട്ട് ഇവിടെ നിങ്ങളുടെ മനസ്സിൽ എന്തായാലും ഇന്ന് വളരെ ഹാപ്പി ആയിട്ട് പോസിറ്റീവായിട്ടാണ് നിങ്ങൾ ഫീൽ ചെയ്യുന്നത്. റിലാക്സ്ഡ് ആണ് നിങ്ങൾ, അല്ലേ? എന്താണാവോ ഇതിപ്പം എൻ്റെ റീഡിങ് കണ്ടിട്ട് നിങ്ങളിങ്ങനെ ആയതാണോ, മാറിയതാണോ അറിയില്ല. ഓക്കെ, എന്തായാലും ശരി, വളരെ നല്ല എനർജി ആക്ച്വലി. നിങ്ങളുടെ കോമൺ എനർജി ഞാൻ പിന്നെ എടുക്കാം, അതാണ് നല്ലത്. പേഴ്സൻ്റെ ഭാഗത്തുനിന്നോട് ഞാൻ എടുക്കട്ടെ കേട്ടോ. ഓക്കെ, പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് എന്താണ് ചിന്തിക്കുക, അവരുടെ മനസ്സിൽ അവരുടെ എനർജി എന്താണ് നിങ്ങളെക്കുറിച്ച്, നിങ്ങളോട് അവരുടെ എനർജി, പേഴ്സൻ്റെ എനർജി, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി അതാരും ആവാം. ആക്ച്വലി ഇവിടെ നിങ്ങളുടെ കാര്യം പറയുമ്പോൾ മേ ബി നിങ്ങളുടെ കരിയറിൽ എന്തെങ്കിലും നിങ്ങൾക്ക് പ്രൊമോഷനോ വല്ലതും കിട്ടിയിട്ടുണ്ടാവാം. ഫാമിലിയിൽ മേ ബി നിങ്ങൾ റെസ്പെക്ട് ചെയ്യപ്പെടുന്നുണ്ടാവും. ഓക്കെ, എനിക്ക് അങ്ങനെ ഞാൻ പറയാൻ പറ്റുന്ന സിനാരിയോസ് ഒക്കെ പറയാണ് ഇവിടെ. പക്ഷെ എനിക്ക് വളരെ ഒരു ഹാപ്പി എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, പോസിറ്റീവ് എനർജി, ഹാപ്പി എന്ന് വേണ്ട, പോസിറ്റീവ് എനർജി. ഓക്കെ, നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾ മീറ്റ് ചെയ്യും എന്ന് തോന്നുന്നുണ്ടാവാം. ഓക്കെ, മീറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടാവാം. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഓൾറെഡി സംസാരം അതിനെക്കുറിച്ച് വല്ലതും വന്നിട്ടുണ്ടാവും, കമ്മ്യൂണിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനെക്കുറിച്ചായിരിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മുൻപ് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹം ദറ്റൊക്കെ എനിക്ക് അവരോട് യാത്ര പോകണം എന്നുള്ളൊരു ആഗ്രഹം. ഓക്കെ, ഇത് കൂടുതലും അത് തന്നെയാണ് കാണുന്നത് എനിക്കിവിടെ നിങ്ങളുടെ ഭാഗത്തുനിന്ന്. ഓക്കെ, മീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താ നോക്കാം. ഓ വാ, ഏസ് ഓഫ് വാണ്ട്സ്, പേജ് ഓഫ് സോർഡ്സ്, കിങ് ഓഫ് പെന്റിക്കിൾസ്. വാവ്, ഇതിന്ന് വളരെ എന്താണ്, രണ്ടുപേരും ഇന്ന് വളരെ സ്നേഹത്തിലാണല്ലോ. ഇന്ന് നമ്മളെന്തിനാ നെഗറ്റീവ് പറയണം, അല്ലേ? വേണ്ട, ഇരിക്കട്ടെ. വളരെ 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 ഹാപ്പി കാർഡ്സ് ആണ്, പോസിറ്റീവ് കാർഡ്സ് ആണ്. വെരി ഗുഡ്. നിങ്ങൾ തമ്മിൽ മേ ബി കമ്മ്യൂണിക്കേഷൻ വന്നിട്ടുണ്ടാവാം. എനിക്ക് തോന്നുന്നത് നിങ്ങൾ തമ്മിൽ ഓൾറെഡി കമ്മ്യൂണിക്കേഷൻ വന്നിട്ടുണ്ട്. നിങ്ങളിവിടെ കമൻറ്റിൽ പറഞ്ഞിരുന്നോ? ചിലപ്പോൾ ഞാൻ വായിക്കാതെ ആയിരിക്കും, അല്ലേ? ഓക്കെ, ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ വന്നിട്ടുണ്ടാവാം. ഓക്കെ,
നിങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്തോ ഓൾറെഡി? എനിക്ക് അങ്ങനെയൊക്കെയാണ് തോന്നുന്നത്. ഇവിടെ ചില സീക്രട്സ് നിങ്ങൾ തുറന്ന് പറയുന്നില്ല തോന്നുന്നു. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. എനിക്ക് നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ മീറ്റ് ചെയ്ത പോലെ ഉണ്ട്, അല്ലെങ്കിൽ അവരും നിങ്ങളെ മീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. എനിക്ക് ഒരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നു എന്നാണ്. ആൻഡ് അവർ വളരെ എന്തായാലും ശരി, നിങ്ങളുടെ ഈ പോസിറ്റിവിറ്റി അങ്ങോട്ടും പോയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ പറയാലോ. അല്ലെങ്കിൽ പരസ്പരം നിങ്ങൾ മിറർ ചെയ്യുന്നുണ്ട് വളരെ പോസിറ്റീവായിട്ടാണ് പരസ്പരം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിക്കുന്നത്. ഓക്കെ, എന്തായാലും നല്ല എനർജി, വളരെ നല്ല എനർജി മൈൻഡിൽ നിങ്ങൾ ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ഏസ് ഓഫ് വൺസ് വരുമ്പോൾ ന്യൂ തുടക്കം. അവർ നിങ്ങൾ ഇമോഷണൽ ആവുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ. ഓക്കെ, ഇമോഷണൽ ഫീലിങ്സ് ഉണ്ട്, റൊമാൻറ്റിക് ഫീലിങ്സ് ഉണ്ട്. ഒരു പുതിയ തുടക്ം വേണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. എവിടെയോ നിങ്ങളോട് വളരെയധികം അവർ റൊമാൻറ്റിക് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് പേജ് ഓഫ് സോർട്സ് ഉണ്ട്. സോ ഒരു ക്ലാരിറ്റിയോടെ ചില കാര്യങ്ങൾ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സംസാരിച്ച് ക്ലിയർ ആയിട്ടുണ്ടാവാം, അങ്ങനെ ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ തമ്മിൽ സംസാരം വന്നു, കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് സംസാരിച്ചു. മേ ബി ഒരു എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും. ഓക്കെ, തുറന്ന സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം, ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ ഓപ്പൺ ലൈക്ക് നിങ്ങൾ തമ്മിലൊരു ക്ലാരിറ്റി വന്നു എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആയി കാര്യങ്ങൾ ചിലത് എന്ന രീതിക്ക്, അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടാവരും കേട്ടോ, അങ്ങനെ പറയാം. ഓക്കെ, ഇപ്പം ഓൾറെഡി ഇത് നടന്നവർക്കാണെങ്കിൽ ഗുഡ്, അല്ലാത്തവർക്ക് അവർ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിലൊരു പുതിയ തുടക്കം, ക്ലാരിറ്റിയോടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക, അങ്ങനെയൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് കിങ് ഓഫ് പെന്റിക്കിൾസ് ആണ്. സോ ഓഫർ തരാൻ ആഗ്രഹിക്കുന്നു ചിലവർക്ക്, നിങ്ങളുടെ പേഴ്സൺ കമ്മിറ്റ്മെന്റ് തരാൻ ആഗ്രഹിക്കുന്നു, ഓഫർ തരാൻ ആഗ്രഹിക്കുന്നു. അഗെയിൻ ഇവിടെ ഒരു മാരേജിന്റെ സിനാരിയോ, മേ ബി അവർ മാരീഡ് ആയിരിക്കാം ചിലവർക്ക്. ഓക്കെ, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെയാവാം. അല്ല എന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് ഓഫർ തരാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, നിങ്ങളോട് കമ്മിറ്റഡ് ആയിട്ട് നിൽക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് ഇത്രയും പോസിറ്റീവ്, ലൈക്ക് ഓക്കെ, വെരി ഗുഡ്. മേ ബി ഞാൻ പറഞ്ഞ ഐ തിങ്ക് ഇന്നത്തെ ഗൈഡൻസിലും നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി പറഞ്ഞ് സോൾവ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റിലായിരിക്കാം ഇപ്പോൾ. ഓക്കെ, കാര്യങ്ങൾ ചിലപ്പോൾ തുറന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ ഒരു അണ്ടർസ്റ്റാൻഡിങ് വരുമല്ലോ, ചിലപ്പോൾ ആ രീതിയിലായിരിക്കാം. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ഒരു കോമൺ എനർജി കൂടെ എടുക്കട്ടെ. ഇപ്പം നിങ്ങൾ തമ്മിലുള്ള സിറ്റുവേഷൻ്റെ കൂടി എടുത്തേക്കാം, ഇതിൽ തന്നെ എടുക്കാം. നിങ്ങൾ തമ്മിൽ ഇപ്പം എന്താണ് സിറ്റുവേഷൻ കാണുന്നത്? സോറി, ഓക്കെ, 10 ഓഫ് പെന്റിക്കിൾസ്, പേജ് ഓഫ് കപ്സ്, കിങ് ഓഫ് സോർഡ്സ്, Knight of Cups, yes, Magician, 3-1. Wow, awesome. യെസ്, ഞാൻ പറഞ്ഞ പോലെ ഐ തിങ്ക് നിങ്ങൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് പറഞ്ഞു തീർക്കുന്നുണ്ട് നിങ്ങൾ. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, നിങ്ങൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് പറഞ്ഞു തീർക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. കുറേശ്ശം ഒന്ന് ഫൈറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവാം നിങ്ങൾ തമ്മിലൊരു എനർജി, ഒരു ഫൈറ്റ് എനർജി, ഒരു എന്താ പറയുക, പരസ്പരം നിങ്ങളെ തർക്കിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ബട്ട് അതിന് ശേഷമായ അവർ ഇവിടെ നല്ലൊരു പോസിറ്റീവ് മൂവ്മെൻ്റ് ആണ് എനിക്ക് കാണുന്നത്. മേ ബി നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഐ തിങ്ക് അവർ നിങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ വരും, ഉടനെ വരും. ഓക്കെ, അല്ലെങ്കിൽ മെസ്സേജ് വന്നിട്ടില്ലെങ്കിൽ ഉടനെ വരും. വളരെ പോസിറ്റീവ് എനർജിയാണ്. അപ്പോൾ നിങ്ങൾ മൈൻഡിന് നിങ്ങൾ ഡൗട്ട്സ് കൊണ്ടുവരാതിരിക്കുക. ഓക്കെ, ഞാനിവിടെ വാർണിംഗ് പറയാം, നിങ്ങൾ നെഗറ്റീവ് കൊണ്ടുവരാതിരിക്കുക. ഓക്കെ, നിങ്ങളിപ്പോൾ ഈ പോസിറ്റീവ് എനർജിയിൽ നിങ്ങൾ നിൽക്കുമ്പോൾ അതിൻ്റെ പോസിറ്റീവ് അവിടുന്നും കാണും. ഓക്കെ, സോ വളരെ നിങ്ങൾ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിൽക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. അവർ വരും, പേഴ്സൺ തീർച്ചയായിട്ടും വരും. എനിക്ക് അവർ നിങ്ങളെ മെസ്സേജ് ചെയ്യാൻ ആലോചിക്കുന്ന പോലെയാണ് കാണുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ കണ്ട് മീറ്റ് ചെയ്ത് ചിലവർക്ക് പെട്ടെന്ന് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോലെ ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, യാത്രകൾ തമ്മിൽ കാണാൻ, പരസ്പരം കാണാൻ, മീറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാം, മെസ്സേജ് വരാം. കാണാൻ പറ്റാത്ത ദൂരെയുള്ള ഒരാളെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു മെസ്സേജെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ പ്രതീക്ഷിക്കാം. ഓക്കെ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം, ഒരു ഉടക്കുണ്ടായിരുന്നെങ്കിൽ അത് മാറിയിട്ടാണ് വരുന്നത് ഇവിടെ. അവർ നിങ്ങളെ ഫാമിലി പോലെ കാണുന്നു മനസ്സിൽ. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾ തമ്മിൽ ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ മാരീഡ് ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് അറ്റൻഷൻ, അവർ വേറെ എവിടെയെങ്കിലുമൊക്കെ അറ്റൻഷൻ ഇതുവരെ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അവരുടെ ഫാമിലിയിലേക്കോ അവർ വേറെ കാര്യങ്ങളിലേക്കോ ഇതുവരെ അറ്റൻഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, സോ പോസിറ്റീവായിട്ട് തന്നെ എടുക്കാം നമുക്കിവിടെ. ഈ സിറ്റുവേഷൻ ഒന്നുകൂടി ഞാൻ ഇപ്പം നിങ്ങളുടെ സിറ്റുവേഷനെ കുറിച്ച് ഒന്നുകൂടി പറയാം. ലോവസ്റ്റ് കാർഡ്, ടു ഓഫ് സോർഡ്സ്, നയൻ ഓഫ് വാൻഡ്സ്. യെസ്, അവർ ഐ തിങ്ക് മുൻപ് ഇതുവരെ ഐ തിങ്ക് ഇവിടെ റീയൂണിയൻ എനർജി ആദ്യം തന്നെ ഉണ്ട്, അത് ഞാൻ പറയാം. എൻ്റെ ഇവിടെ സൺ കാർഡ് കണ്ടപ്പോഴൊക്കെ എനിക്ക് അത് തന്നെ തോന്നിയത്, നിങ്ങൾ തമ്മിൽ റീയൂണിയൻ എനർജി വരുന്നുണ്ട്. ഓക്കെ, ഇതുവരെ അവർ നിങ്ങളുടെ അടുത്ത് ലേശം അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, നിങ്ങളുടെ അടുത്തേക്ക് വരണോ വേണ്ടേന്ന് അകൽച്ച ഉണ്ടായിരുന്നു. ഓക്കെ, ചെറിയൊരു ഡിസ്റ്റൻസ് കാണുന്നുണ്ട് എനിക്ക്. ഹാങ്മാൻ, ഓക്കെ, ചാരിയറ്റ് അഗൈൻ. ഓക്കെ, ഞാൻ അവിടെ നിർത്താം, മതി, ഒരുപാട് വേണ്ട നമുക്ക്. യെസ്, ഗുഡ്. ഓക്കെ, ഇവിടെ പേഴ്സൺ സ്റ്റക്കായിരുന്നു. ഓക്കെ, അവർ ചില കാര്യങ്ങൾ ആലോചിച്ചിട്ട് അവരുടെ സിറ്റുവേഷൻസ് സ്റ്റക്കായിരുന്നു അവർ.
ഓക്കെ. പല കാര്യങ്ങളും ആയിരിക്കാം. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അവർ മാരീഡ് അങ്ങനത്തെ പല കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഫാമിലിയിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടാവും. ഓക്കെ. അല്ലെങ്കിൽ അല്ലെങ്കിൽ അവർ എന്തൊക്കെയോ കാര്യങ്ങളിൽ അവർ സ്റ്റക്കായിരുന്നു എന്നെടുത്താൽ മതി. ഓക്കെ. അവരുടെ മനസ്സിൽ ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഓക്കെ. ചില കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ. അവർക്ക് മനസ്സിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു, അവരൊരു അകൽച്ച വെച്ച് നിന്നിരുന്നു. നിങ്ങൾ തമ്മിലുള്ള ചില മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ആയിരിക്കാം. ഓക്കെ. വേറെ തേർഡ് പാർട്ടി കാരണമായിരിക്കാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വ്യക്തികൾ കാരണമായിരിക്കാം, എന്തോ ആയിക്കോട്ടെ. റിലേഷനിൽ നിങ്ങൾ തമ്മിൽ ഒരു ചെറിയൊരു സെപ്പറേഷൻ ഫീൽ ഉണ്ട് ഇവിടെ. ഓക്കെ. അങ്ങനെ ആയിരുന്നു. ബട്ട് യെസ്, സിറ്റുവേഷൻ മാറുകയാണ്. ഒരു ലവേഴ്സ് എനർജി ആൻഡ് ചാരിറ്റ് എനർജി നിങ്ങൾ തമ്മിൽ റീയൂണിയൻ എന്ന രീതിക്കാണ് കാണുന്നത് എനിക്ക്. ഓക്കെ. സോ ഇവിടെ ഞാൻ എനർജിയാണ് ഇതിപ്പോൾ ഞാൻ ചെക്ക് ചെയ്തത്. ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് എന്താണെന്നുള്ളത് കൂടി നമുക്ക് നോക്കാം. ഓക്കെ. അവരെ ഡീപ്പായിട്ട് നമുക്കൊന്നുകൂടി ചെക്ക് ചെയ്യാം. ഓക്കെ. അതൊരു ഞാൻ ഡിഫറെൻ്റ് ആയിട്ടൊന്ന് എടുക്കാൻ ശ്രമിക്കുകയാണ്, നിങ്ങൾക്ക് കുറെ കൂടി ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇവിടെ എനിക്ക് എനർജി അഗൈൻ നിങ്ങൾ തമ്മിൽ ലവേഴ്സ് എനർജി, സോ റീയൂണിയൻ്റെ ആണ് നമ്മൾ പറയാറ്. ആൻഡ് ഇവിടെ ചാരിറ്റ് മൂവ്മെൻറ്റ്, നമ്മൾ അഗൈൻ യാത്രയുടെ കാര്യം ഞാൻ പറഞ്ഞു. ഇവിടെ യാത്രകളുടെ ഒരുപാട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ തമ്മിൽ പരസ്പരം കാണാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവാം, മീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം, അതിന് പ്ലാൻസ് ഇടും എന്ന് പറയാം. ഓക്കെ. നമുക്ക് പേഴ്സൻ്റെ ഡീപ്പ് ഇമോഷൻസ് ഒന്നുകൂടി ചെക്ക് ചെയ്തേക്കാം. ഓക്കെ. വേറെ എടുക്കുന്നുകൂടി എടുക്കാം. ഓക്കെ. ലെറ്റ്സ് സീ അവരുടെ ഭാഗത്തുനിന്ന് ആക്ഷൻ എന്തായിരിക്കും, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ എന്തായിരിക്കും, എന്താണെന്ന് നോക്കാം. ഓക്കെ. നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ Temperance, balance, Queen of Wands, 5 swords, the Empress, നേരത്തെ വന്ന അതേ കാർഡ്, Empress, Devil. ഓക്കെ. ഹെർമിറ്റ് ഉണ്ട് കേട്ടോ. ഓക്കെ. നമുക്ക് സിറ്റുവേഷൻ്റെ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടുകയാണ്. ഇനി മുന്നോട്ട് ഫ്യൂച്ചറിലേക്ക് പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് 3 of swords, 7 of Wands, Page of Cups, same cards. Oops, sorry. 10 of Swords, 2 of Swords, same things, and 4 of Wands. Very good. Justice, 10 of Cups. അരേവാ. ഓക്കെ. ഇപ്പോൾ ഇവിടെ കാണുന്നത് എനിക്ക് നിങ്ങൾ തമ്മിൽ എന്തായാലും ഒരു റീയൂണിയൻ ആണ്. ഓക്കെ. നിങ്ങളുടെ പേഴ്സൺ ഇവിടെ നിങ്ങളുടെ സിറ്റുവേഷൻ പറയുമ്പോൾ, ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷൻ കാണുമ്പോൾ മുൻപ് ഐ തിങ്ക് ഇവിടെ ഒരു തേർഡ് പാർട്ടിയുടെ എനർജി ഉണ്ട് എനിക്ക്. ഓക്കെ. തേർഡ് പാർട്ടി എനർജി ഉണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഒരു സിറ്റുവേഷൻ അല്ലാതെ കൂടുതൽ മൾട്ടിപ്പിൾ സിറ്റുവേഷനിൽ കൊടുത്തിരുന്നു എന്ന് പറയാം. അങ്ങോട്ടും ഇങ്ങോട്ടും ലൈക്ക് ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു എന്ന രീതിക്ക് പറയാം. ഓക്കെ. അതായത് ഒന്ന് അവരെ ഫാമിലി ആയിരിക്കാം, ഒന്ന് നിങ്ങളുടെ ഭാഗത്ത് ഫാമിലി, മാരീഡ്, എന്തോ ആയിക്കോട്ടെ. അത് നമ്മൾ അങ്ങനെ ഡെപ്തിലേക്ക് അത് ആലോചിക്കേണ്ട. ഓക്കെ. പക്ഷേ തേർഡ് പാർട്ടി എനർജി ഉണ്ട്. ചിലവർക്ക് ഇവിടെ ഹസ്ബൻഡ് വൈഫ് അല്ലെങ്കിൽ അങ്ങനെ മാരീഡ് സിറ്റുവേഷൻ കാണുന്നുണ്ട്. ചിലവർക്ക് ജസ്റ്റ് ഒരു തേർഡ് പാർട്ടി എന്ന എനർജിയിൽ എടുത്തോളൂ. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ മൾട്ടിപ്പിൾ സിറ്റുവേഷൻസിൽ കൊടുത്തിരുന്നു. ഓക്കെ. അതായത് അവർ മാനേജ് ചെയ്യാൻ, ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. ഓക്കെ. പക്ഷേ ഇപ്പോൾ അവർക്ക് അതിൽ നിന്ന് ചില ഹാർട്ട് ബ്രേക്ക് അവർക്ക് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ. ചില ഹാർട്ട് ബ്രേക്ക് അവർക്ക് വന്നിട്ടുണ്ടെന്ന് പറയാം. അവരിപ്പം നിങ്ങൾ തമ്മിൽ ആക്ച്വലി ഹാർട്ട് ബ്രേക്ക് വന്നു എന്ന് പറയാം. ഓക്കെ. ഇവിടെ ഒരു ടെമ്പറൻസ് ബാലൻസ് ആണ്. ഓക്കെ. നിങ്ങൾ തമ്മിൽ സിറ്റുവേഷൻസ് ബാലൻസ് ആയിട്ട് വരും എന്നാണ് പറയുന്നത്. ഓക്കെ. അത് യൂണിവേഴ്സ് ചെയ്യുന്ന ഇതാണ്. ഈ കാർഡ് എപ്പോഴും നമുക്ക് യൂണിവേഴ്സ് ആണ് ചെയ്യുന്നത്. ഓക്കെ. ടെമ്പറൻസ് പറയുന്ന കാർഡ് എപ്പോഴും യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്നാണ്. ഓക്കെ. ആൻഡ് ജസ്റ്റിസ് നമ്മൾ ലോകം ചെയ്യുന്നത് എന്ന് പറയാം, അല്ലെങ്കിൽ വേറെ വ്യക്തികൾ ചെയ്യുന്നതെന്ന് പറയാം. പക്ഷെ ടെമ്പറൻസ് എപ്പോഴും കൂടുതലും നമുക്ക് യൂണിവേഴ്സ് തരുന്ന ബാലൻസ് ആണ്. അതായത് ന്യായം യൂണിവേഴ്സാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം ന്യായമായി ഐ തിങ്ക് നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലായിരുന്നു നിങ്ങളുടെ പേഴ്സൺ. നിങ്ങളോട് വളരെയധികം അവർക്ക് അട്രാക്ഷൻ ഉണ്ടായിരുന്നു. ഓക്കെ. ബട്ട് നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അത് തേർഡ് പാർട്ടി കാരണമാണ്. ഓക്കെ. ഒരു എംപ്രസ് കാർഡ് ഉണ്ട് ഇവിടെ. സോ തേർഡ് പാർട്ടി കാരണമാണ് ഒരു പ്രശ്നം വന്നത്. തേർഡ് പാർട്ടി ആരും ആവാം. ഓക്കെ. ഡെവിൾ എനർജി ഉണ്ട്. സോ നിങ്ങളുടെ പേഴ്സൺ ഒരു ഡെവിൾ ഇൻഫ്ലുവൻസിൽ എന്ന് പറയാം. ഓക്കെ. ആ തേർഡ് പാർട്ടിയുടെ ഒരു ഇൻഫ്ലുവൻസിൽ നിങ്ങളെ വിട്ട് മാറിപ്പോയിട്ടുണ്ടാവും. തേർഡ് പാർട്ടി കാർഡാണ് ഇതും. 3 of Swords ആണ്. ഹാർട്ട് ബ്രേക്കിൻ്റെ കാർഡാണ്. ഓക്കെ. നിങ്ങളെ വേദനിപ്പിച്ചു പോയി നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ. മുൻപ് ഇതിന് മുമ്പ് ചീറ്റിംഗ് ഉണ്ടാവാം. ചീറ്റിംഗ് എനർജി ഇന്ന് വന്നിട്ടില്ല ലക്കിലി. ഓക്കെ. പിന്നെ നമുക്ക് ആ വേർഡ് ഇവിടെ എടുക്കണ്ട അല്ലേ, എന്തിനാ വെറുതെ. ഓക്കെ. നിങ്ങളെ വേദനിപ്പിച്ചു എന്ന് മാത്രം പറയാം. ഓക്കെ. നിങ്ങളെ വേദനിപ്പിച്ചു പോയി. അവർ പല അവസരങ്ങളിലും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാവാം. ഓക്കെ. അവർ എവിടെയോ നിങ്ങളെ ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് ഫീലിംഗ് ഉണ്ട് എനിക്ക്. നിങ്ങൾ ഒരുപാട് അവരെ കെയറിങ് പേഴ്സൺ ആയിരുന്നു. ഓക്കെ. നിങ്ങൾ അവരെ കെയർ ചെയ്തിട്ടുണ്ട് ഒരുപാട്. ബട്ട് എവിടെയോ അവർ നിങ്ങളെ അവർ മറ്റ് സിറ്റുവേഷൻസിൽ കൂടുതൽ കൊടുത്തു, അവരുടെ അറ്റൻഷൻ കൊടുത്തു, അവർ ശ്രദ്ധ വേറെ കാര്യങ്ങളിലായിരുന്നു എന്നൊക്കെ പറയാം. ഓക്കെ. ബട്ട് എന്തായാലും ഇപ്പോൾ ആ പേരിൽ അവസാനം നിങ്ങൾ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് വന്നു. ഓക്കെ. നിങ്ങൾക്ക് കിട്ടേണ്ട ന്യായമായത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ചോദ്യം ഉയർത്തിയിട്ടുണ്ടാവാം. ഓക്കെ.
സോ അവിടെ ഫൈനലി ഐ തിങ്ക് നിങ്ങൾക്കൊരു വേദന അവർ തന്നിട്ടുണ്ട്, നിങ്ങളെ വിട്ടു പോയി കാണാം. ഹെർമിറ്റ് കാർഡ് ഉണ്ട് ഇവിടെ. സോ നിങ്ങളെ വിട്ട് മാറിപ്പോയി കാണാം. ഓക്കെ, ആൻഡ് ഇവിടെ ഡെവിൾ ഉണ്ട്. സോ പക്ഷെ ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡെവിൾ ഇൻഫ്ലുവൻസ് ആണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സണിന് ചിലപ്പോൾ തേർഡ് പാർട്ടിയോട് ഒരു അട്രാക്ഷൻ തോന്നിയായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ അവർ സെക്ഷലി വല്ലതും കണക്ഷൻസ് അങ്ങനെ ഡെവലപ്പ് ആയതായിരിക്കാം. ചിലവർക്ക് ഫാമിലി ആണെങ്കിൽ അവർ ഈ പേഴ്സണെ ഉപയോഗിച്ചു എന്ന് വിചാരിച്ചോളൂ, അവർ ഒരു കൺട്രോൾ ചെയ്ത് നിർത്തി എന്ന് എടുത്താൽ മതി. ഫാമിലി ആരായാലും, ഫാമിലീസും അങ്ങനെയൊക്കെ ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, ഞാൻ പറയേണ്ട കാര്യമില്ല. ഓക്കെ, സോ അങ്ങനെ ഒരു കാര്യം ഇവിടെ കാണുന്നുണ്ട്. സോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഒരു സ്റ്റാൻഡ് എടുക്കാൻ തയ്യാറാവുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ യൂണിവേഴ്സ് അതിൻ്റെ ജഡ്ജ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ, അവരിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കാൻ തയ്യാറാവുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും മുന്നോട്ട് വീട്ടിലെ ഫാമിലിയിൽ പറയാൻ, അല്ലെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ അടുത്ത് ഒരു ജെന്യുവനായിട്ട് നിൽക്കാൻ, നിങ്ങളോട് ന്യായം ചെയ്യാൻ അവർ മാക്സിമം എഫേർട്ട് എടുക്കാൻ ഇപ്പോൾ തയ്യാറാവുന്നുണ്ട്. ആൻഡ് പേജ് ഓഫ് കപ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്കൊരു മെസ്സേജ് വരാം, കമ്മ്യൂണിക്കേഷൻ വരാം. ഓക്കെ, പേഴ്സൺ നിങ്ങളെ മീറ്റ് ചെയ്യാൻ വരാം, റൊമാൻറ്റിക് ഒരു സമയത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. ആൻഡ് ഇവിടെ അവർ നല്ലോണം വിഷമിച്ചിട്ടുണ്ട്. ഓക്കെ, അവർക്കും ബർഡൻ ഉണ്ട് അവരുടെ മേലെ. എനിക്ക് ഇവിടെ ഇതൊരു ചീറ്റിംഗ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, സോറി, ഇതൊരു ബാക്ക് സ്റ്റാബിങ് എനർജി എടുത്താൽ മതി. അതായത് നിങ്ങളുടെ പേഴ്സണിന് ഫാമിലിന്നോ അല്ലെങ്കിൽ തേർഡ് പാർട്ടിന്നോ അല്ലെങ്കിൽ അവർ എന്ത് തന്നെ ആയാലും ശരി, മാരീഡ് സിറ്റുവേഷനോ എന്ത് തന്നെ ആയാലും അവിടെ നിന്ന് ചില വേദനകൾ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോഴാണ് അവർ റിയലൈസ് ചെയ്യുന്നത് അവർ നിങ്ങളെ എത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് എത്രത്തോളം ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് അവരപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് യൂണിവേഴ്സിൻ്റെ ജഡ്ജ്മെൻറ്റ്, അതാണ് ഞാൻ പറഞ്ഞ ന്യായം. ഓക്കെ, ജഡ്ജ്മെൻറ്റും ജസ്റ്റിസും രണ്ടുമാണ് ഇവിടെ വന്നിട്ടുള്ളത്. സോ യൂണിവേഴ്സ് അത് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ കാണുന്നില്ല, അറിയുന്നുണ്ടാവില്ല. ഓക്കെ, ബട്ട് യെസ് നടക്കുന്നുണ്ട്. അവർ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളോട് ഒരിക്കലും സമ്മതിച്ചൊന്നും വരില്ല കേട്ടോ. ഓക്കെ, അവരൊരിക്കലും നിങ്ങളോട് സമ്മതിക്കില്ല. ബട്ട് അവരുടെ മനസ്സിൽ അവർക്ക് തീരുമാനമെടുക്കാത്തതിൽ ഒരു റിഗ്രറ്റ് ഉണ്ട് എന്ന് പറയാം. ഓക്കെ, അവർക്ക് ആ വിഷമമുണ്ട്. കാരണം അവർക്കും ചില ഹാർട്ട് ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്, അതിൻ്റെയാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ 9 ഓഫ് കപ്സിനെ കുറിച്ച് ആലോചിക്കുക. 9 ഓഫ് കപ്സ് ആണ് ആഗ്രഹം, വിഷ്. ഓക്കെ, അവരാഗ്രഹം ആരാണ്? നിങ്ങളാണ്. ഓക്കെ, അപ്പോൾ അവരിവിടെ ഡെത്ത് ആൻഡ് ജസ്റ്റിസ് ആൻഡ് 4 ഓഫ് വാൻഡ്സ്. ഓക്കെ, നിങ്ങളുമായിട്ട് ഒരു റിന്യൂവൽ ആണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഒരു സിറ്റുവേഷൻ്റെ എൻഡിങ് ആൻഡ് എ ന്യൂ ബിഗിനിങ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, നിങ്ങൾ തമ്മിൽ എൻഡിങ് ആയിരുന്നെങ്കിൽ അത് മാറ്റിയിട്ട് അവർ വീണ്ടും ന്യായം നിങ്ങളോട് ചെയ്യാൻ അവർ വരുന്നു എന്നാണ്. ഓക്കെ, ആൻഡ് ഇവിടെ 4 ഓഫ് വാൻഡ്സ് ഉണ്ട്. ചിലവർക്ക് മാരേജ് കമ്മിറ്റ്മെൻറ്റ് പ്രതീക്ഷിക്കാം, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ. ഓക്കെ, അത് നിങ്ങൾ ആലോചിച്ചെടുക്കാം. നിങ്ങൾക്ക് സാധിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് മാരേജ് കമ്മിറ്റ്മെൻറ്റ് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ അറ്റ്ലീസ്റ്റ് ഒരു ഹാപ്പിനെസ്, നിങ്ങൾ തമ്മിൽ സ്റ്റേബിൾ ആയിട്ടെങ്കിലും പ്രതീക്ഷിക്കാം. അവർക്ക് ഒരിക്കലും നിങ്ങളെ വിട്ടുപോകാനൊന്നും സാധിക്കില്ല. എവിടെയോ അവർക്ക് ഒരു ചെറിയൊരു തെറ്റ് പറ്റി, ഒരു മിസ്റ്റേക്ക് പറ്റി പോയിട്ടുണ്ടാവും വേറൊരു തേർഡ് പാർട്ടിയിലോ, അല്ലെങ്കിൽ അതിലേക്ക് കൂടുതൽ ഇൻവോൾവ് ആയിട്ടുണ്ടാവും. പക്ഷെ സ്നേഹം എവിടെയാണ്, ഫീലിങ്സ്, അവരുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് നിങ്ങളാണ് കൂടെ നിന്നിട്ടുള്ള ഇതെല്ലാം അവർ റിയലൈസ് ചെയ്യുന്ന ഒരു സമയമായിട്ടാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ തമ്മിൽ മുന്നോട്ട് പീസ്ഫുൾ ആയിട്ട് പോകുമെന്ന് കാണുന്നുണ്ട്. ഓക്കെ, അവർ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് തരുമെന്ന് കാണുന്നുണ്ട്. ഓക്കെ, ക്വീൻ ഓഫ് പെന്റക്കിൾസ്, ലവേഴ്സ് കാർഡ്. ഓക്കെ, ഇത് 7 ഓഫ് സോർഡ്സ്. യെസ്, അവർ തേർഡ് പാർട്ടിയിൽ പോയിട്ടുണ്ട് നിങ്ങളെ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ചീറ്റിംഗ് എന്തോ നടന്നിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത്, നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് അവർ വളരെയധികം. ഓക്കെ, ആ വേദനയ്ക്ക് അവർക്ക് യൂണിവേഴ്സായിട്ട് കൊടുക്കുന്നുണ്ട്, നമ്മൾ അത്ര പറഞ്ഞാൽ മതി. ഓക്കെ, സോ ഇവിടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും. ഓക്കെ, വിഷമിക്കണ്ട. ഓക്കെ, അവർക്ക് ചില കാര്യങ്ങൾ യൂണിവേഴ്സ് കാണിച്ചു കൊടുത്തോളും, മനസ്സിലാക്കി കൊടുത്തോളും. ഓക്കെ, നിങ്ങളുടെ പേഴ്സണിൻ്റെ കുറച്ച് മെസ്സേജ് കൂടി നമുക്ക് നോക്കാം. അപ്പം ഇതിന് ഞാൻ റീഡിങ്ങിന് ആക്ച്വലി ഞാൻ പേര് കൊടുത്തിട്ടില്ലായിരുന്നില്ല, എന്താ കൊടുക്കേണ്ടതെന്ന് തന്നെ ആലോചിക്കായിരുന്നു. ഓക്കെ, ഐ തിങ്ക് ഇവിടെ നോക്കട്ടെ ഞാൻ ടോപ്പിക്ക് ജസ്റ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽ ആയിട്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ, അവരുടെ ഫീലിംഗ്, നിങ്ങളുടെ ഫീലിംഗ്, നിങ്ങൾ തമ്മിൽ ഫ്യൂച്ചർ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. ഓക്കെ, ഞാൻ ടോപ്പിക്കിൻ്റെ പേര് എന്തെങ്കിലും കൊടുക്കൂട്ടോ, എനിക്കെന്നെ അറിയില്ല. ഐ നോ യു ആർ മൈ സോൾമേറ്റ്. നിങ്ങളാണ് അവരുടെ സോൾമേറ്റ് എന്ന് അവർക്ക് അറിയുന്നുണ്ട്. റൈറ്റ് നൗ ദ മോസ്റ്റ് ലവിങ് തിങ് യു ക്യാൻ ഡു ഇസ് ലെറ്റ് മീ ഗോ. അവർ പറയുന്ന ആക്ച്വലി അവരുടെ ഉള്ളിലെ റിഗ്രറ്റ് കൊണ്ട് പറയണം കേട്ടോ. ഓക്കെ, അവർക്ക് ശരിക്കും അങ്ങനെ ആഗ്രഹം ഉണ്ടായിട്ടല്ല, നിങ്ങളെ വിട്ടുപോകണം എന്ന് ആഗ്രഹം ഉണ്ടായിട്ടല്ല. അവർ പറയുന്നത് കാരണം അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അവർക്ക് നല്ലോണം അത് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത് നിങ്ങൾ എന്നെ വിട്ടുപോയിക്കോ എന്നാണ് പറയുന്നത്. വ്യൂവേഴ്സിനോട് നിങ്ങളോട് പറയുന്നത് അവരെ വിട്ടുപോയിക്കോളാനാണ്. കാരണം അവർ തെറ്റ് ചെയ്തിട്ടുണ്ട്, അവർക്കറിയാം അവർ ശരിയല്ല ചെയ്തതെന്ന് അവർക്കറിയാം. ഐ റിലേറ്റ് ടു യു ഓൺ സോ മെനി ലെവൽസ്, ലൈക്ക് മൈൻഡഡ്. നിങ്ങൾ തമ്മിൽ ഞാൻ പറഞ്ഞില്ലേ വളരെയധികം നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത്, ഇപ്പോഴത്തെ ചിന്തകൾ ആക്ച്വലി നിങ്ങൾ തമ്മിൽ പരസ്പരം നല്ലോണം മാച്ച് ഉണ്ട്.
ഓക്കെ, നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് തന്നെയാണ് അവരുടെയും മനസ്സിൽ വന്നത്. സോ എവിടെയോ നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങൾ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ നിങ്ങൾ നല്ലോണം മാച്ച് ഉണ്ട്. ഐ കുഡ് ടോക്ക് ടു യു ഫോർ അവേഴ്സ് ആൻഡ് അവേഴ്സ്. നിങ്ങൾ തമ്മിൽ സംസാരം, കോൺവെർസേഷൻ, ഞാൻ പറഞ്ഞു നിങ്ങൾ തമ്മിൽ അത്രയും ഹാപ്പി ആയിരുന്നു, നിങ്ങൾ തമ്മിൽ വളരെ ഹാപ്പി സമയങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ തമ്മിൽ ഒരുപാട് അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു എന്നാണ്. യു റിയലി നോ ഹൗ ടു. ഓക്കെ, ഇവിടെ പറയുന്നത് അവരെ ചിരിപ്പിക്കാൻ നിങ്ങൾക്കാണ് കഴിയാന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ അത്രയും ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ലെവൽ നിങ്ങൾ തമ്മിൽ, കാരണം നിങ്ങൾ അവരെ അത്രത്തോളം മനസ്സിലാക്കുന്നുണ്ട്, അവരോട് അത്രത്തോളം നിങ്ങൾക്ക് ആ സ്നേഹവും ഫീലിങ്സും എല്ലാം അല്ലേ. ഇഫ് യു ആസ്ക് മീ ഐ വിൽ സേ യെസ്. ഓക്കെ, ഇതെന്തിനായിരിക്കും ഒരു യെസ് പറയാൻ അവർ തയ്യാറായി നിൽക്കുന്നുണ്ട്. നിങ്ങളാണോ കമ്മിറ്റ്മെന്റ്? നിങ്ങൾ ചോദിച്ചു നോക്കൂ. കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ അറിയില്ല എന്തോ ഒരു കാര്യം നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ അവർ യെസ് പറയുമെന്നാ പറയുന്നത് കേട്ടോ. പോസിറ്റീവായിട്ട് ചോദിക്കൂ, എന്തിനാ വെറുതെ നെഗറ്റീവ് കാര്യങ്ങളൊന്നും ചോദിച്ച് കൊളാക്കണ്ട. ഐ ലവ് എവറിത്തിങ് അബൌട്ട് യു, പെർഫെക്റ്റ്. നിങ്ങൾ പെർഫെക്റ്റ് ആണെന്നാണ് പറയുന്നത്. അവർക്കറിയാം, ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് എവിടെയോ ഡീപ്പ് ഡൗൺ അവരുടെ ഉള്ളിൽ അവർക്കറിയാം ദറ്റ് അവർ നിങ്ങളോട് തെറ്റ് ചെയ്തിട്ടുണ്ട്, അവരിൽ പല തെറ്റുകളും ഉണ്ട് എന്ന് അവർക്ക് റിയലൈസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പെർഫെക്റ്റ് ആണെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ടായിരിക്കും അവർ നിങ്ങളുടെ മുമ്പിൽ വരാൻ അവർക്ക് പറ്റാത്തത്. ഐ ആം ടോട്ടലി ഇൻ ലവ് വിത്ത് യു, ഇൻ ലവ്. ഓക്കെ, ഇനി എന്തെങ്കിലും വേണോ? നിങ്ങളോട് ഫുള്ളി അവർക്ക് സ്നേഹമാണ് എന്നാണ്. ഐ റെക്കഗ്നൈസ് ഹൗ സ്പെഷ്യൽ ആൻഡ് യുണീക്ക് യു ആർ. I get excited when I think about how incredible we could be together. എനിക്ക് നോക്കി നെഗറ്റീവ് കാർഡ്സ് ഉണ്ട്, പക്ഷേ കൂടുതൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നെഗറ്റീവ് വരണ്ട. അപ്പോൾ ഇപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആണ്. ഇവിടെ റീഡിങ് വളരെ നല്ലതാണ്. വളരെ അവർക്ക് നിങ്ങളെ വിട്ടു പോകാനൊന്നും സാധിക്കില്ല. ഓക്കെ, ഒരിക്കലും അവർക്ക് നിങ്ങളെ വിട്ടു പോകാൻ സാധിക്കില്ല. അവർക്ക് നിങ്ങളോട് സ്നേഹം തന്നെയാണ്, ആത്മാർത്ഥമായ സ്നേഹം തന്നെയാണ്. പക്ഷേ ഈ ചെറിയ മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ട്. ഓക്കെ, അത് നിങ്ങളോട് തുറന്നു പറഞ്ഞ് അപ്പോളജി ചെയ്ത് മുന്നോട്ട് തിരിച്ചു വരും എന്നാണ് എനിക്ക് കാണുന്നത്. തുറന്നു പറഞ്ഞില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് അവർ നിങ്ങളെ വിട്ടു പോകുന്നതായിട്ട് എന്തായാലും എനിക്ക് കാണുന്നില്ല. ഓക്കെ, അവർക്ക് നിങ്ങളെ വേണം അവരുടെ ലൈഫിൽ തന്നെയാണ്. സോ ഓക്കെ, വളരെ നല്ല എനർജി, വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ ഇതിനെ കീപ്പ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഈ പോസിറ്റീവ് എനർജി നിങ്ങൾ കീപ്പ് ചെയ്യുക. ഓക്കെ, ഇത് പറഞ്ഞതെല്ലാം അതേപോലെ നടക്കട്ടെ. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.